നമസ്കാരം. 1880-കളിൽ USA ഹെലൻ കെല്ലർ എന്ന ഒരു പെൺകുട്ടി ജനിക്കുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ 19-ാം മാസം മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കാഴ്ചശക്തിയും കേൾവിശക്തിയും പൂർണ്ണമായും അവർക്ക് നഷ്ടപ്പെടുന്നു. അവിടെ തുടങ്ങുന്ന ആ ജീവിതം എങ്ങും എത്തില്ലെന്ന് നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, 1800-കളിൽ ലോകമറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറും അതേപോലെ തന്നെ പ്രാസംഗികയും എഴുത്തുകാരിയുമായി മാറാൻ ആ പെൺകുട്ടിക്ക് സാധിച്ചു. ഞാനിന്ന് പറയുന്നത് ഹെലൻ കെല്ലർ എന്ന വ്യക്തി എങ്ങനെയാണ് കാഴ്ച പരിമിതരായിട്ടുള്ളവരെ സ്വാധീനിക്കുന്നതെന്ന്. നമസ്കാരം. അപ്പോ ഹെലൻ കെല്ലർ എന്ന വ്യക്തി തൻ്റെ 19-ാം മാസത്തിൽ തന്നെ ജനിച്ച് 19-ാം മാസത്തിൽ തന്നെ മുഴുവനായും കാഴ്ചശേഷിയും കേൾവിശക്തിയും നഷ്ടപ്പെടും. അവിടെ നിന്നും ജീവിതം ദുസ്സഹമാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം അവരുടെ മാതാപിതാക്കൾ. എന്നാൽ തനിക്ക് ഏകദേശം 5 വയസ്സിലേക്ക് എത്തുമ്പോൾ ആനി സിലിവൻ എന്നൊരു ടീച്ചർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആദ്യമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയെങ്കിലും ബ്രെയിലി ലിപിയും മറ്റ് വസ്തുക്കളെ പറ്റിയും സ്പർശനത്തിലൂടെ ഹെലൻ കെല്ലറെ ആനി സിൽവൻ ടീച്ചർ പഠിപ്പിച്ചെടുത്തു. ഈ ഒരു വിദ്യാഭ്യാസത്തിനിടയിൽ ഒരുപാട് പുസ്തകങ്ങളെ പറ്റി അറിയുകയും ഒരുപാട് ലോകവിവരം നേടുകയും ചെയ്ത ഹെലൻ കെല്ലർ ഭാവിയിൽ ഒരു എഴുത്തുകാരിയും ഇൻഫ്ലുവൻസറും പ്രാസംഗികയുമായിട്ട് മാറി. ഒന്നാലോചിക്കുക, ഇന്ന് ഇത്രയും ടെക്നോളജി ഡെവലപ്മെന്റ് ഉണ്ടായ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും പറ്റുമെന്ന് നിൽക്കെ അന്നത്തെ കാലത്ത് ഈ വക ടെക്നോളജികളോ ഇത്രയും അവസരങ്ങളോ ഹെലൻ കെല്ലറിന് ലഭിച്ചിരുന്നില്ല. അന്ന് അത്രയും കുറഞ്ഞ സാഹചര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും ഇന്നും ലോകം ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ അവർക്ക് സാധിച്ചു എന്ന് പറയട്ടെ. അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് ഉദാഹരണമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും വലിയ കാര്യം, അവർ ഇത്രത്തോളം പ്രശസ്തയായിരുന്നു എന്നറിയാൻ നമുക്കൊന്ന് എടുത്തു നോക്കിയാൽ മതി. അവർ വളർന്ന് ഒരു പ്രാസംഗികയൊക്കെ ആയി തീർന്ന സമയത്ത് അവർക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായിട്ടുണ്ട്. അന്ന് കഷ്ടിച്ചായിരുന്നു ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ഒരു കാഴ്ചപരിമിതിയും അതേപോലെ കേൾവിശക്തി ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പെൺകുട്ടിക്ക് നേരെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നേരെ ഇത്രയും വലിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ ലോകത്തെ എത്രത്തോളം അവർ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും നമ്മളിൽ പലരും ചെറിയ ചെറിയ കാരണങ്ങൾ അല്ലെങ്കിൽ കുറവുകളെന്ന് നമ്മൾ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ മുൻനിരയിലേക്ക് വരാതിരിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവരനുഭവിച്ച സ്ട്രഗിളുകളെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കണം. പ്രത്യേകിച്ച് അവരൊരു സ്ത്രീ ആയിരുന്നു. സ്ത്രീകൾക്ക് അന്നത്തെ കാലത്തെ അവസ്ഥയെപ്പറ്റി എല്ലാവരും അറിയുന്നത് തന്നെയാണ്. പക്ഷെ ഇന്ന് നമ്മുടെ മുമ്പിൽ കൂടുതൽ വഴികളുണ്ട്, കൂടുതൽ സാധ്യതകളുണ്ട്, നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. ആനി സെലിമിനെ പോലെയുള്ള ഒരുപാട് പേർ നമുക്ക് എല്ലാവർക്കും ലഭിക്കും. അന്ന് ഒരാളെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധ്യതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹെലൻ കെല്ലറെ, നമ്മുടെ അവസ്ഥകളെ നമ്മൾ ഹെലൻ കെല്ലറുമായി താരതമ്യം ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് നമുക്ക് കാഴ്ച പരിമിതി മാത്രമേ ഉണ്ടായിരിക്കൂ. കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇല്ലാതെ എങ്ങനെയാണ് ലോകത്തെ അവർ കണ്ടറിഞ്ഞിരുന്നത്? വെറും സ്പർശനത്തിലൂടെ മാത്രം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ ലോകത്തെ ശബ്ദത്തിലൂടെ അനുഭവിക്കാൻ സാധിക്കും. അവർക്കത് സാധിച്ചിരുന്നില്ല. എന്നിട്ടും ഇത്രയും കഴിവുള്ള നമ്മൾക്ക് അവരെ പോലെ ആയി തീരാൻ സാധിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുറവുകളെ കുറവുകളായി കാണാതെ അതിനെ നിങ്ങളുടെ കഴിവുകളായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉയരാൻ സാധിക്കുമോ എല്ലാ സാധ്യതകളും ഉൾപ്പെടുത്തിക്കൊണ്ട്
ഉയർന്നു വരട്ടെ. ഹെലൻ കെല്ലർ എന്ന മഹാവ്യക്തിയെ ഒന്നുകൂടെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.